ഏലിയാവിൻ്റെ സന്ദേശം വളരെ ലളിതമാണ്. എന്നാൽ ഈ സന്ദേശത്തിൽ നിന്ന് 3 ആത്മീയ സത്യങ്ങളെങ്കിലും നമുക്ക് പഠിക്കുവേണ്ടത്. ഞാൻ 1, 2, 3 എന്ന് പറഞ്ഞു പോകാം. ഏലിയാവ് എന്താണ് പറയുന്നത്? ഈ മലയാളത്തിൽ നാം വായിക്കുന്നത്, ഞാൻ സേവിച്ച് നിൽക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയാണ് എന്നൊരു വാക്കുണ്ട്. എനിക്കറിയത്തില്ല എങ്ങനെയാണ് മലയാളത്തിൽ അത് വന്നതെന്ന്. ഇംഗ്ലീഷിൽ നോക്കിയാൽ, ആസ് ദ ലോർഡ് ഗോഡ് ഓഫ് ഇസ്രായേൽ ലിവ്സ്, ഞാൻ സേവിച്ച് നിൽക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ ജീവിക്കുന്നത് കൊണ്ട് ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞു. ആ ഒരു പ്രസ്താവനയിൽ തന്നെ 3 സത്യങ്ങൾ വ്യക്തമാണ്. ഓരോന്നായിട്ട് ഞാൻ പെട്ടെന്ന് പറയട്ടെ. എന്തൊക്കെയാണ്? ഹിസ് കൺവിക്ഷൻ ദാറ്റ് ദ ട്രൂ ലിവിങ് ഗോഡ് ജഹോവ ലിവ്സ്, ഏകസത്യദൈവമായ യഹോവ ജീവിക്കുന്നുവെന്ന ബോധ്യം ഏലിയാവിന് ഉണ്ടായിരുന്നു. ആസ് ദ ലോർഡ് ഗോഡ് ഓഫ് ഇസ്രായേൽ ലിവ്സ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവമക്കളാണ്. ദൈവം ജീവിക്കുന്നുവെന്ന ബോധ്യം നമുക്കുണ്ടോ? നമ്മുടെ ദൈവം ആരാണെന്നുള്ള ബോധ്യം നമുക്കുണ്ടോ? 2 തിമോഥെയോസ് 1:12 പൗലോസ് എഴുതുന്നു, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് അറിയുന്നു. ആ ബോധ്യം ഏലിയാവിനുണ്ടായിരുന്നു. ഏലിയാവിൻ്റെ പേരെന്താണ്? എൻ്റെ ദൈവം യഹോവയാണ്. അത് പേരിൽ മാത്രമല്ല, തൻ്റെ അനുഭവത്തിലും അങ്ങനെ തന്നെ ആയിരുന്നു. നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. ബില്ലി ഗ്രഹാം ജീവിച്ചിരുന്ന സമയത്ത് താൻ അനേകം ക്രൂസേഡുകൾ നടത്തും. ഒരിക്കൽ അമേരിക്കയിൽ ക്രൂസേഡ് നടത്തിക്കൊണ്ടിരുന്നപ്പോൾ താൻ പ്രസംഗിക്കാൻ എഴുന്നേറ്റപ്പോൾ ആൾക്കൂട്ടത്തിൽ നിന്ന് ഒരാൾ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, അല്ലയോ ബില്ലി ഗ്രഹാം, യുവർ ഗോഡ് ഈസ് ഡെഡ്, ദെൻ വൈ ഡു യു പ്രീച്ച് അബൌട്ട് ഗോഡ്? ദൈവം മരിച്ചുപോയി, നിങ്ങൾ പിന്നെന്തിനാണ് ഈ മരിച്ച ദൈവത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നത്? പുഞ്ചിരിച്ചുകൊണ്ട് ബില്ലി ഗ്രഹാം ഇങ്ങനെ പറഞ്ഞു, അദ്ദേഹത്തോട് ചോദിച്ചു, എപ്പോഴാണ് ദൈവം മരിച്ചത്? എപ്പോഴാണ് ദൈവം മരിച്ചത്? ഞാൻ ഈ മീറ്റിങ്ങിന് വരാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ദൈവത്തോട് സംസാരിച്ചിട്ടാണല്ലോ വന്നത്. അപ്പോൾ ദൈവം ഉണ്ടായിരുന്നല്ലോ. അതിനിടയ്ക്ക് എപ്പോഴാണ് ദൈവം മരിച്ചതെന്ന് ചോദിച്ചു. കാര്യം മനസ്സിലായല്ലോ. പ്രാർത്ഥനയിൽ കൂടെ ദൈവത്തോട് സംസാരിച്ച കാര്യമാണ് ബില്ലി ഗ്രഹാം പറഞ്ഞത്. ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന നമുക്കറിയാം നമ്മുടെ ദൈവം ജീവനുള്ള ദൈവം ആണെന്ന്. ശരി, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമുക്ക് ആ ബോധ്യമുണ്ടോ? നമ്മുടെ ദൈവം ജീവനുള്ള ദൈവമാണ്. രണ്ടാമത് എന്താണ് പറയുന്നത്? ഞാൻ സേവിച്ച് നിൽക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ. താൻ സേവിക്കുന്ന യഹോവ ജീവനുള്ളവനും തന്നോട് കൂടെ എപ്പോഴും ഉള്ളവനും ആണെന്ന ബോധ്യം. ഞാൻ സേവിച്ച് നിൽക്കുന്ന, ഏകവചന പ്രയോഗം ശ്രദ്ധിക്കുക. ആ ദൈവം, ജീവനുള്ള ദൈവം സ്വർഗത്തിലെവിടെയോ വാണരുളുന്നു എന്നല്ല. ഐ ആം ഓൾവേസ് സ്റ്റാൻഡിങ് ബിഫോർ ദ പ്രസൻസ് ഓഫ് ഗോഡ്. ഈ ദൈവത്തിൻ്റെ മുമ്പാകെയാണ് ഞാൻ എപ്പോഴും നിൽക്കുന്നത്. ദൈവിക സാന്നിധ്യത്തെക്കുറിച്ചുള്ള ബോധ്യം ഏലിയാവിനുണ്ടായിരുന്നു. 16 സങ്കീർത്തനം 8-ാം വാക്യത്തിൽ ദാവീദ് എഴുതുന്നു, ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു, അവൻ എൻ്റെ വലത്തുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകയില്ല. ഈ ഒരു ബോധ്യം നമുക്കുണ്ടോ? നാം ആരെയാണ് സേവിക്കുന്നത്? ആ ദൈവം നമ്മോട് കൂടെ എപ്പോഴും ഉണ്ട്. ഏലിയാവ് പറയുന്നത്, ഞാൻ സേവിച്ച് നിൽക്കുന്ന ഒരു ദൈവമുണ്ട്. ഒരു ദൈവമുണ്ട്, അവൻ ജീവനുള്ള ദൈവമാണ്, അവൻ ഏകസത്യ ദൈവമാണ്. ആ ദൈവത്തിൻ്റെ മുമ്പിലാണ് ഞാൻ എന്നും മുട്ടുമടക്കുന്നത്. ആ ദൈവത്തോടാണ് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നത്. ആ ദൈവത്തെയാണ് ഞാൻ എപ്പോഴും ആരാധിക്കുന്നത്. ഞാൻ സേവിച്ച് നിൽക്കുന്ന ദൈവം. ചില നാളുകൾക്ക് മുമ്പ് നമ്മുടെ ചില സഹോദരന്മാരെ ഈ തമിഴ്നാട്ടിൽ ഏതൊരു സ്ഥലത്ത് സുവിശേഷ പ്രവർത്തനത്തിന് വേണ്ടി പോയിട്ട് വന്നപ്പോൾ പറഞ്ഞ ഒരു സംഭവമാണ്. അവരവിടെ ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ അവിടെ ഒരു പെൺകുട്ടി, ഏതാണ്ട് 12 വയസ്സ് പ്രായമുള്ള പെൺകുട്ടി സ്നാനപ്പെടണമെന്ന് ആവശ്യപ്പെട്ടു. അപ്പോൾ അവിടുത്തെ ആ സുവിശേഷകൻ ആ പെൺകുട്ടിയെ നിരുത്സാഹപ്പെടുത്താൻ ശ്രമിച്ചു. കാരണം 12 വയസ്സേ ഉള്ളൂ. അതുകൊണ്ട് അവൾ ശരിക്കും രക്ഷിക്കപ്പെട്ടതാണോ എന്നൊക്കെ ഒരു സംശയം ഉള്ളതുകൊണ്ട് അവളെ നിരുത്സാഹപ്പെടുത്താൻ വേണ്ടി പരമാവധി ശ്രമിച്ചു. ഒരു രക്ഷയുമില്ല. അവൾ സ്നാനപ്പെടണമെന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ കേരളത്തിൽ നിന്ന് ഈ സുവിശേഷനോട് പറഞ്ഞു, ഒന്ന് സംസാരിക്കണം, അദ്ദേഹത്തിന് അല്പം തമിഴ് അറിയാം. അപ്പോൾ അദ്ദേഹം പല നിലയിൽ സംസാരിച്ചു. അപ്പോൾ അവൾ രക്ഷിക്കപ്പെട്ടതാണെന്ന് ഉറപ്പായി. അവസാനം ഒരു ചോദ്യം ചോദിച്ചു, ക്രിസ്തു ഇപ്പോൾ എവിടെയാണ് എന്ന് ചോദിച്ചു. ക്രിസ്തു ഇപ്പോൾ എവിടെയാണ്? ഞാൻ ആ ചോദ്യം നിങ്ങളോട് ചോദിച്ചാൽ എന്ത് ഉത്തരം പറയും? നമ്മളൊക്കെ വചന നിശ്ചയമുള്ളവരാണ്, തിയോളജിയും പഠിച്ചിട്ടുള്ളവരാണ്. നമ്മളെല്ലാം പറയും ക്രിസ്തു ഇപ്പോൾ ദൈവത്തിൻ്റെ വലത്തുഭാഗത്തല്ലേ, എബ്രായർ 1:3 അനുസരിച്ച് വലത്തുഭാഗത്ത് വാണരുളുന്നു. ആ പെൺകുട്ടി പറഞ്ഞ ഉത്തരം എന്താണെന്നറിയാമോ? ചോദ്യം തീർന്നില്ല, അവൾ അവിടെ വലത്തേക്ക് എടുത്തിട്ട് ഇങ്ങനെ ക്രിസ്തു ഇപ്പോൾ എവിടെയാണ്? ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അവളിങ്ങനെ ചൂണ്ടിക്കാണിച്ചു, ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ കൂടുതലൊന്നും ചോദിച്ചില്ല. അവൾക്ക് സ്നാനപ്പെടാൻ അനുവാദം കൊടുത്തു. അവൾക്ക് നല്ല ബോധ്യമാണ്, ക്രിസ്തു എൻ്റെ ഉള്ളിലുണ്ട്.
ഇങ്ങനെ നെഞ്ചത്ത് കൈവച്ച് പറയാൻ നമുക്ക് എത്ര പേർ കഴിയും? പ്രിയപ്പെട്ടവരെ, അതാണ് കൺവിക്ഷൻ, ബോധ്യം എന്ന് പറയുന്നത്. ക്രിസ്തു സ്വർഗത്തിലുണ്ട്, സംശയമൊന്നുമില്ല. അവൻ എല്ലായിടത്തുമുണ്ട്. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ടെന്ന് വാഗ്ദാനവുമുണ്ട്. എന്നാൽ ക്രിസ്തു എൻ്റെ ഉള്ളിലുണ്ട്, എന്നോട് കൂടെയുണ്ട്. അതാണ് ആ പെൺകുട്ടി പറഞ്ഞത്. ഇവിടെ ഏലിയാവ് പറയുന്നത്, ഞാൻ സേവിച്ച് നിൽക്കുന്ന ഒരു യഹോവയുണ്ട്. അവന് അങ്ങ് വിദൂരത്തിലെവിടെയോ സ്വർഗസിംഹാസനത്തിലിരിക്കുകയല്ല, അതിലുപരി അവൻ എപ്പോഴും എന്നോട് കൂടെയുണ്ട്. മൂന്നാമത് എന്താണ് അവൻ പറയുന്നത്? ഞാൻ പറഞ്ഞല്ലാതെ ഈ നാളുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞാൽ, എൻ്റെ ദൈവം ജീവനുള്ള ദൈവമാണ്, അവൻ എന്നോടുകൂടെയുണ്ട്. പോരാ, അവൻ എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നവനും എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവനുമാണ്. ദൈവത്തിന് സ്തോത്രം. അതാണ് എൻ്റെ ആശയം. അവൻ എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നവനും എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവനുമാണ്, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവം. ആ ബോധ്യവും ഏലിയാവിനുണ്ടായിരുന്നു. കാരണം 6 മാസം താൻ പ്രാർത്ഥിച്ചിട്ടാണ് വരുന്നത്. ആ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് ദൈവം മഴയെ ശാസിച്ചത്, അല്ലെങ്കിൽ മഴയെ ഇല്ലാതാക്കിയതെന്ന് ഏലിയാവിന് അറിയാം. അതുകൊണ്ടാണ് പറഞ്ഞതിൻ്റെ ആശയം ഇതാണ്: എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നവനാണ്, അവൻ എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവനാണ്. ഹിസ് കൺവിക്ഷൻ ദാറ്റ് ഹിസ് ഗോഡ് ആൻസേഴ്സ് പ്രയർ ആൻഡ് ഹി വർക്ക്സ് ഫോർ ദോസ് ഹു പ്രേ. പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണ്. അതാണ് അതിൻ്റെ ആശയം. നമുക്കറിയാം, യാക്കോബ് 5:17 നമ്മൾ വായിച്ചാൽ ഇനി വായിക്കേണ്ട. ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകുകയില്ല എന്ന് രാജാവിനോട് പറയുകയാണ്. വാട്ട് എ ഗ്രേറ്റ് കോൺഫിഡൻസ്! എത്രയോ വലിയ ഉറപ്പാണ്. ഞാൻ പറഞ്ഞല്ലാതെ ഇനി ദൈവം ഒന്നും ചെയ്യുകയില്ല എന്ന് പറഞ്ഞാൽ, എൻ്റെ വാക്കനുസരിച്ചായിരിക്കും ദൈവം പ്രവർത്തിക്കാൻ പോകുന്നത്. നമ്മുടെ ദൈവം പ്രവർത്തിക്കുന്ന ദൈവമാണ്. യോഹന്നാൻ 5:17 നമ്മുടെ കർത്താവ് പറഞ്ഞു, യേശു അവരോട്, എൻ്റെ പിതാവ് ഇന്നുവരെയും പ്രവർത്തിക്കുന്നു, ഞാനും പ്രവർത്തിക്കുന്നു. പലപ്പോഴും ഉൽപ്പത്തി പുസ്തകത്തിലെ സൃഷ്ടി വിവരണം വായിക്കുമ്പോൾ വിശ്വാസികളെ നമുക്കുണ്ടാകുന്നൊരു തെറ്റിദ്ധാരണ ഇതാണ്: ദൈവം പ്രവർത്തികളിൽ നിന്നൊക്കെ നിവൃത്തനായി. ഇപ്പോൾ ദൈവം എന്ത് ചെയ്യുകയാണ്? ദൈവം അവിടെ സ്വർഗത്തിലൊരു ചാരുകസേരയിൽ നിസ്സംഗനായി, നിശബ്ദനായി, നിസ്സഹായനായി കിടക്കുകയാണ്, ഇന്ന് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല എന്നൊക്കെ നാം തെറ്റിദ്ധരിക്കാറുണ്ട്. എന്നാൽ അങ്ങനെയല്ല. നമ്മുടെ കർത്താവ് പറഞ്ഞു, എൻ്റെ പിതാവ് ഇന്നുവരെയും പ്രവർത്തിക്കുന്നു, ഞാനും പ്രവർത്തിക്കുന്നു. അവർ ഗോഡ് ഈസ് എ ഗോഡ് ഹൂ വർക്ക്സ്. 2-ാം വാക്യം തൊട്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ. 1 രാജാക്കന്മാർ 17:2. അപ്പോൾ ആഹാബിൻ്റെ മുമ്പിൽ പ്രത്യക്ഷനായി വളരെ വ്യക്തമായൊരു സന്ദേശം ഏലിയാവ് കൊടുക്കുകയാണ്. അതിൽ കൂടെ 3 സത്യങ്ങളാണ് നാം പഠിച്ചത്. യഹോവ ജീവിക്കുന്നവനാണ്, യഹോവയുടെ സാന്നിധ്യം എന്നോടുകൂടെ എപ്പോഴുമുണ്ട്, തീർന്നില്ല. ആ യഹോവ പ്രാർത്ഥന കേൾക്കുന്നവനും എനിക്ക് വേണ്ടി, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നവന് വേണ്ടി പ്രവർത്തിക്കുന്നവനുമാണ്. 2-ാം വാക്യം, പിന്നെ അവന് യഹോവയുടെ അരുളപ്പാടുണ്ടായതെന്നാൽ. അത്രയും മാത്രം മതി. പിന്നെ അവന്, അവിടെ മലയാളത്തിൽ അല്പം വ്യത്യാസമുണ്ട്. ഇംഗ്ലീഷ് നോക്കിയാൽ, then the word of the Lord came to him saying, then, അപ്പോൾ അവന് യഹോവയുടെ അരുളപ്പാട് ഉണ്ടായതെന്തെന്നാൽ. ആ വാക്ക് വളരെ ശ്രദ്ധേയമാണ്. വാസ്തവത്തിൽ ഈ ഭാഗത്തൊക്കെ ഓരോ വാക്കും അർത്ഥവത്താണ്. അപ്പോൾ അവന്, അത് വായിച്ചാൽ ഉടനെ ഒരു ചോദ്യം നമ്മുടെ മനസ്സിൽ വരും. എന്താണ് ചോദ്യം? എപ്പോൾ? ചിന്തിക്കണം. അപ്പോൾ അവന് യഹോവയുടെ അരുളപ്പാടുണ്ടായതെന്നാൽ. എപ്പോഴാണ് ഉണ്ടായത്? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഏതാണ്ട് 6 മാസക്കാലം ഏലിയാവ് പ്രാർത്ഥിക്കുകയായിരുന്നു. ഇങ്ങനെ പ്രാർത്ഥിച്ച സമയത്താണ് ദൈവം ഏലിയാവിനോട് പറഞ്ഞത്, നീ ചെന്ന് ആഹാബിൻ്റെ മുമ്പിൽ പ്രത്യക്ഷനായി ഈ ഒരു സന്ദേശം അറിയിക്കണം. ഇതെന്നാണ് പറഞ്ഞത് നമുക്ക് കൃത്യമായിട്ട് അറിയുകയില്ല. ഞാൻ ചിന്തിക്കുന്നത് അതിനുശേഷം ചില ദിവസങ്ങളൊക്കെ മുന്നോട്ട് പോയി കാണും. ദൈവം വെയിറ്റ് ചെയ്യുകയാണ്. എന്തിനു വേണ്ടി? ഏലിയാവ് ആഹാബിൻ്റെ കൊട്ടാരത്തിൽ ചെന്ന് ആഹാബിനെ കണ്ട് ഈ സന്ദേശം അറിയിക്കണം. കാരണം അത് അറിയിച്ചെങ്കിൽ മാത്രമേ തുടർന്നുള്ള കാര്യങ്ങൾ ഏലിയാവിനോട് പറയുവാൻ ദൈവത്തിന് കഴിയുകയുള്ളൂ. അപ്പോൾ അവന്, എപ്പോൾ? ഏലിയാവ് ആഹാബിനോട് യഹോവയുടെ അരുളപ്പാട് അറിയിച്ചു കഴിഞ്ഞ ഉടൻ തന്നെ ദൈവത്തിൻ്റെ അടുത്ത അരുളപ്പാട് അവന് ലഭിക്കുകയാണ്. ഇവിടെ നിന്നുകൊണ്ട് ദൈവഹിതത്തെക്കുറിച്ച് 2 കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. നാം എല്ലാം ദൈവത്തിൻ്റെ ഹിതം അന്വേഷിക്കുന്നവരാണ്. എന്നാൽ ഓർക്കുക, ഗോഡ് വിൽ റിവീൽ ഹിസ് വിൽ ഓൺലി വെൻ വി ഒബേ വാട്ട് ഹാസ് ഓൾറെഡി ബീൻ റിവീൽഡ്. നമുക്ക് വെളിപ്പെടുത്തി കിട്ടിയിരിക്കുന്ന സത്യങ്ങൾ അനുസരിച്ചെങ്കിൽ മാത്രമേ തുടർന്നുള്ള കാര്യങ്ങൾ ദൈവം വെളിപ്പെടുത്തി തരികയുള്ളൂ. പലപ്പോഴും ദൈവഹിതം നമുക്ക് മനസ്സിലാകുന്നില്ല എന്ന് നാം പരാതി പറയാറുണ്ട്. കാരണം മറ്റൊന്നുമല്ല, ഇതുവരെ വെളിപ്പെടുത്തിയ അനേക കാര്യങ്ങൾ നാം അനുസരിച്ചിട്ടില്ല, അത് ചെയ്തിട്ടില്ല, പൂർത്തീകരിച്ചിട്ടില്ല. അങ്ങനെയുള്ളവരോട് വീണ്ടും വീണ്ടും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. മാത്രമല്ല, ദൈവത്തിൻ്റെ ഹിതത്തിൻ്റെ പ്രത്യേകത, ഹി വിൽ റിവീൽ ഹിസ് വിൽ ഓൺലി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആൻഡ് സ്റ്റേജ് ബൈ സ്റ്റേജ്. താൻ പടിപടിയായിട്ട്, ഘട്ടം ഘട്ടമായിട്ട് മാത്രമേ തൻ്റെ ഹിതം വെളിപ്പെടുത്തുകയുള്ളൂ. മോർ ഓവർ, ഓൺലി 1 സ്റ്റെപ്പ് അറ്റ് എ ടൈം.
ഒരു സമയത്ത് ഒരു കാര്യം മാത്രമേ, ഒരു ചുവട്ടടി മാത്രമേ താൻ കാണിക്കുകയുള്ളൂ. ധാരാളം ഉദാഹരണങ്ങളുണ്ട്. അബ്രഹാമിൻ്റെ ജീവിതം നമുക്കറിയാം. കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകുക, അത്രയും മാത്രമാണ് പറഞ്ഞത്. അങ്ങനെ യാത്ര പുറപ്പെട്ടപ്പോഴാണ് ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുന്നത്. ശൗലിൻ്റെ ജീവിതം നമുക്കറിയാം. അല്ലെങ്കിൽ പൗലോസ് മാനസാന്തരപ്പെട്ടപ്പോൾ അപ്പോസ്തലപ്രവൃത്തി 22:10 പൗലോസ് തൻ്റെ സാക്ഷ്യം പറയുമ്പോൾ ഇങ്ങനെ പറയുന്നു, താൻ ദമസ്കോസിൻ്റെ പടിവാതിൽക്കൽ വെച്ച് കർത്താവിനോട് ചോദ്യം ചോദിച്ചു, കർത്താവെ ഞാൻ എന്തു ചെയ്യണമെന്ന് ചോദിച്ചു. എന്താണ് കർത്താവിൻ്റെ മറുപടി? കർത്താവ് എന്നോട്, എഴുന്നേറ്റ് ദമസ്കോസിലേക്ക് പോക, നീ ചെയ്യേണ്ടതിന് വിധിച്ചിരിക്കുന്നതെല്ലാം അവിടെ നിന്നോട് പറയും. എവിടെ? താൻ പോകണം, ഒരു സ്ഥലത്തേക്ക് പോകണം. അത് കഴിഞ്ഞിട്ടാണ് അനന്യാസ് വരുന്നു, തന്നെ സൗഖ്യമാക്കുന്നു. അതിനുശേഷമാണ് അടുത്ത ചുവട് കാണിച്ചു കൊടുക്കുന്നത്. കർത്താവ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചല്ലോ. എന്താണ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത്? ഞങ്ങൾക്കാവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ദിനം പ്രതി തരണം. അങ്ങനെയാണ് ലൂക്കോസിൽ എഴുതിയിരിക്കുന്നത്. ഓരോ ദിവസത്തേക്കുള്ള അപ്പം ചോദിക്കാനേ നമുക്ക് അവകാശമുള്ളൂ. അന്നന്നത്തേക്കുള്ള അപ്പം, അന്നന്നത്തേക്കുള്ള കൃപ, ഇത് ചോദിക്കാനാണ് അവകാശം. ഓരോ ദിവസത്തേക്കുള്ള ദൈവത്തിൻ്റെ ഹിതം. ടി.കെ. ശമൽസാറിൻ്റെ പ്രസിദ്ധമായൊരു പാട്ടുണ്ട്. അതിൻ്റെ വരികൾ ഉദ്ധരിച്ച് ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അറിയുന്നല്ലോ ദൈവം അറിയുന്നല്ലോ. അതിലൊരു പ്രസിദ്ധമായ വരി ഇങ്ങനെയാണ്: ചുവടോരോന്നെടുത്ത് വെച്ചിടുവാൻ മുൻപിൽ അവനേകും വെളിച്ചമതെനിക്കു മതി. ചുവട് ഓരോന്നെടുത്ത് വെച്ചിടുവാൻ മുൻപിൽ അവനേകും വെളിച്ചമതെനിക്കു മതി. അതിലേറെ കൊതിക്കുന്നില്ല ഇഹലോകെ ഞാൻ, അവനിഷ്ടം അടുത്തെന്താണ് അത് ചെയ്യട്ടെ. അപ്പോൾ ദൈവത്തിൻ്റെ ഹിതം എപ്പോഴും അങ്ങനെയാണ്. അത് മഹാനായ ഏലിയാവിൻ്റെ കാര്യത്തിലും ദൈവം അങ്ങനെ തന്നെയാണ് ചെയ്തത്. അവന് കൊടുത്ത കൽപ്പന അനുസരിച്ച then the word of the Lord came to him. ഉടനെ അപ്പോൾ ദൈവത്തിൻ്റെ അരുളപ്പാട് അവന് ലഭിച്ചു. തുറന്നാം വായിക്കുന്നത് കെരീത്ത് തോട്ടിൻ്റെ കരയിൽ ചെന്ന് ഒളിച്ചിരിക്കാനുള്ള കൽപ്പനയാണ്. ദൈവം എന്ന് വെച്ചാൽ അടുത്ത ആഴ്ച നമുക്ക് കൂടുതൽ അതിനെക്കുറിച്ച് ചിന്തിക്കാം. എന്നാൽ മഹാനായ ഏലിയാവിൻ്റെ, എന്നാൽ അതേസമയം നമുക്ക് സമസ്വഭാവമുള്ള ഏലിയാവിൻ്റെ ഈ ചരിത്രത്തിൽ നിന്ന് അനേകം കാര്യങ്ങൾ നമുക്ക് പഠിക്കുവാനുണ്ട്. ഏലിയാവിനെ അറിയാമായിരുന്നു താൻ ആരാണ്, തൻ്റെ ദൈവം ആരാണ്. തൻ്റെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. തൻ്റെ ദൈവം തൻ്റെ സമീപസ്ഥനാണ്. തൻ്റെ പ്രാർത്ഥന എപ്പോഴും കേൾക്കുന്നവനും തനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവനുമായ ദൈവമാണ്. ആ ബോധ്യം തനിക്കുണ്ടായിരുന്നു. അതാണ് ഏലിയാവിൻ്റെ വിജയരഹസ്യം, തൻ്റെ ജീവിതത്തിലെ ധൈര്യത്തിൻ്റെ രഹസ്യം. ഒരു കൽപ്പന അനുസരിച്ചപ്പോൾ അടുത്ത ചുവട് കാണിച്ചു കൊടുക്കുകയാണ്. ഇനി അങ്ങോട്ട് താഴോട്ട് വായിക്കുമ്പോൾ ഓരോ ചുവടും ഓരോന്ന് ചെയ്യുമ്പോൾ അടുത്തത് പറയും. അങ്ങനെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ദൈവം ഏലിയാവിനെ നടത്തി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈവം ഇന്നും നമുക്ക് വേണ്ടി ജീവിക്കുന്നവനും പ്രവർത്തിക്കുന്നവനുമാണ്. ഏലിയാവിൻ്റെ കാലത്തെ പോലെ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചില്ല എങ്കിലും നമ്മുടെ ജീവിതത്തിലും ഓരോ ചുവട്ടടിക്കുള്ള വെളിച്ചം തന്നവൻ അനുദിനം വഴി നടത്തും. അങ്ങനെ നടത്തുന്ന ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് വരുന്ന ദിവസങ്ങളിൽ വിജയകരമായി ജീവിക്കുവാൻ ഇന്ന് കേട്ട ഈ ആലോചന മുഖാന്തരം ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ വചനം സംസാരിച്ച് എന്നെയും കേട്ട നിങ്ങളെയും ഒരുപോലെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഇത്രയും നേരം എന്നെ ശ്രദ്ധിച്ച് എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവനാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.